കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണേ. കുറേ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് ഡെയിലി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കാരണം കൊണ്ട് അത് അങ്ങനെ നടക്കാതെ പോയി. പക്ഷേ ഇനിയിപ്പം ഡെയിലി വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം വൈകുന്നേരത്തെ ഒരു ഫുഡാണേ. വൈകുന്നേരം ആണ് ചിക്കൻ കറി ആണെങ്കിൽ ചിക്കൻ കറിയാണോ? ചിക്കൻ കറി റെഡിയാക്കാൻ വിചാരിച്ചു. ചിക്കൻ കറിയൊക്കെ സാധാരണ എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. സാധാരണ കുട്ടികൾ പോലും ആണെങ്കിൽ ചുമ്മാ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഏതെങ്കിലും നോൺ വെജ് എങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും അതിനൊരു ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതെ. പ്രത്യേകിച്ചാണെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും വെക്കുമ്പോഴാണ് പാളി പോകുന്നത്. എന്നാലും നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ അപ്പൊ നമ്മൾ എല്ലാ ദിവസവും വെക്കുന്നതിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് ചിലപ്പോൾ നമ്മൾ സവാള മാത്രമായിട്ടായിരിക്കും നമ്മൾ കറി റെഡിയാക്കുന്നത്. അല്ലെങ്കിൽ അരിച്ചിലുള്ള വ്യത്യാസം. ഉള്ളി അരിയും, തക്കാളി ശരിക്കും നമ്മൾ അരിയും. ഈ ഉള്ളി അതിനകത്ത് തന്നെ സവാളയൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്ന സമയത്താണെങ്കിൽ ചീവി നല്ല നൈസായിട്ടൊക്കെ അരിഞ്ഞ് പിന്നെ അത് വഴറ്റി എടുക്കുന്നതിനും ഉണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് വഴറ്റി എണ്ണ തെളിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ പിന്നെ പൊടികളൊക്കെ ഇട്ട് അതൊന്നും മൂപ്പിച്ച് അങ്ങനെ എടുക്കുന്ന കറികൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ട്. അപ്പൊ ഇത് ഞാനിപ്പോ അതിന് ചെയ്താന്നറിയോ, ചുമന്നുള്ളി ഉണ്ടല്ലോ, നമ്മുടെ ചെറുള്ളി ഇല്ലേ, അത് മാത്രം ഇട്ടിട്ടാണ് റെഡിയാക്കുന്നത്. അത് മാത്രം എന്ന് പറയുമ്പോൾ സവാള ഇട്ടില്ല. സവാളയ്ക്ക് പകരം ഈ ഒരു അല്ലെങ്കിൽ തന്നെ ആണെങ്കിൽ ചെറുള്ളി ഇട്ടിട്ട് നമ്മൾ ബീഫാണെങ്കിലും ചിക്കൻ കറി ഒക്കെ ആണെങ്കിലും ചെറുള്ളി ഇട്ടിട്ടാണെങ്കിൽ റെഡിയാക്കി എടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ മറ്റേ സവാള ഇട്ടിട്ട് എടുക്കുന്ന ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് നന്നായിട്ടാണെങ്കിൽ വഴറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തക്കാളി ഇട്ടു പിന്നെ കറിവേപ്പില ഇട്ടു, വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി. ഞാൻ എപ്പോഴും പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് എണ്ണയും കൂടാണെങ്കിൽ ഇങ്ങനെ പിന്നെ അരച്ചെടുത്ത് വെക്കും. അപ്പൊ നമുക്ക് എളുപ്പമുണ്ടല്ലോ. ഫ്രീസറിൽ വെക്കാനാണെങ്കിൽ എണ്ണ ഒഴിക്കണ്ട. എണ്ണ ഒഴിക്കാതെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടായിരുന്നു. പിന്നെ പൊടികളെല്ലാം ഇട്ടു. സാധാരണ എപ്പോഴും നമ്മൾ ഏതൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല എല്ലാം കൂടി ഇട്ടിട്ടാണെങ്കിൽ ചിക്കൻ മസാലയോട് എല്ലാം ചേർക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും. കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷെ നമ്മൾ സാധാരണ ഇവിടെ ചിക്കൻ മസാല അങ്ങനെ മേടിക്കാറില്ല. കുറച്ചുകൂടെ ടേസ്റ്റ്. ഇവിടെ ആണെങ്കിൽ നേരത്തെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേനും ഗരം മസാല കൂട്ട് കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് നമുക്ക് തീരുന്നതനുസരിച്ച് പൊടിച്ചെടുക്കുമായിരുന്നു. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ ഗരം മസാലയും പിന്നെ മറ്റേ പൊടിക്കാൻ ആവശ്യത്തിനുള്ള പെരിഞ്ജീരകം അങ്ങനെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ മേടിച്ചിട്ട് നമ്മുടെ ആവശ്യം കുറച്ച് പൊടിച്ചു വെക്കും. അപ്പൊ എന്നാന്നറിയോ, നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ പൊടിച്ചു വെക്കുമ്പോഴത്തേന് അതിന്റെ ആ മണവും അതിന്റെ ഗുണവും എല്ലാം പോകുന്ന പോലെ തോന്നും. അപ്പൊ കുറച്ച് നമുക്ക് ആവശ്യാനുസരണം ആണെങ്കിൽ പൊടിച്ചു വെക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ വൈകിട്ടത്തേനാണെങ്കിൽ ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും കൂടെ ആക്കാനായിരുന്നു പ്ലാന്. ചപ്പാത്തി ആണെങ്കിൽ എണ്ണയൊന്നും ഇല്ലാതാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ ഞാനത് കുഴച്ചെടുക്കുകയാണ്. ചപ്പാത്തി ശരിക്കും പറഞ്ഞാൽ ഈ കുഴയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈക്ക് വയ്യാത്തത് കാരണം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കുഴച്ചെടുക്കുന്ന ഒരു ടാസ്ക്കാണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി ഇഷ്ടമാണ് റെഡിയൊക്കെ ആക്കി എടുക്കാൻ. പക്ഷെ ചില സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുഴച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാസ്ക് പിടിച്ച സാധനം. ആ സമയത്ത് നമ്മൾ ഓർക്കും ഒരു പാക്കറ്റ് ചപ്പാത്തി മേടിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. ചില സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട്. അതെ, നമ്മൾ റെഡിയാക്കി എടുക്കുന്നതും പിന്നെ അപ്പൊ ഞാൻ ഈ ചിക്കൻ കറിയിലില്ലേ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. ഒരുപാട് ഗ്രേവി ഇല്ല, കുറച്ച് ചാറായിട്ട് എടുത്തത്. അപ്പം ചപ്പാത്തിയിലൂടെ കഴിക്കണമെങ്കിൽ ഇച്ചിരി ചാറ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. അങ്ങനെ ഒരുപാടങ്ങ് നീട്ടിയെടുത്തില്ല. അപ്പൊ ആ സമയത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം. ചപ്പാത്തി ഇനി അത് പഠിപ്പിച്ചു തരാം. ഇനി അതിനൊരു കുറവ് വേണ്ടല്ലേ. അപ്പൊ ചപ്പാത്തി ആണെങ്കിൽ എണ്ണ പെട്ടാൽ നമുക്ക് ആ ചിക്കൻ കറി റെഡിയാകുന്ന സെയിം സമയത്ത് തന്നെ നമുക്ക് ചപ്പാത്തി റെഡിയാവും. പിന്നെ ഞാനാണെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പൊ ആ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കും. അപ്പൊ എനിക്കിങ്ങനെ നിരന്നിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. വീണ്ടും കുറച്ച് തക്കാളി കൂടി ഇട്ടിട്ട് അപ്പൊ അത് അധികം വഴറ്റി ഇത് ചെയ്തില്ല. അപ്പൊ നമ്മൾ അതിന്റെ
ചപ്പാത്തി കഴിക്കുന്ന സമയത്തൊന്നും കല്യാണ സദ്യക്കൊക്കെ കിട്ടുന്ന ഒരു ചിക്കൻ ആ, എന്നിട്ട് കുറച്ച് കായപ്പൊടി ഇല്ലേ, കായപ്പൊടി ഇട്ടു, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടു ലാസ്റ്റ്. എന്നിട്ട് കുറച്ച് കുരുമുളകില്ലേ അതുകൂടി ഇട്ടു. പക്ഷെ ഇത് ചോറിനോട് കഴിക്കാനാണെങ്കിൽ നല്ല കേട്ടോ. ഒന്നും വേണ്ട, ബസുമതി അരി ആണെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി എടുക്കത്തില്ലേ, അതുപോലെ എടുത്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല സൂപ്പർ കറിയാണ്. കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നോ? അടിപൊളി കറിയാണ്. മമ്മിയാണെങ്കിൽ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുന്നു, ഞാൻ പക്ഷെ ആണെങ്കിൽ ഉലുവാപ്പൊടി ആണെങ്കിൽ ഇതുവരെ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് ഇട്ടിട്ടില്ല. പക്ഷെ മമ്മി പറഞ്ഞത് അറിയാമോ, ഇങ്ങനെ വഴറ്റിയിട്ട് ചിക്കനും ഇട്ടൊന്ന് വറുത്തൊരു വരുവാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടുതലാണ്. മനസ്സിലായോ? അന്നേരം അപ്പോ അങ്ങനെ ഉലുവാപ്പൊടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും പറഞ്ഞു. അപ്പൊ ഇനി റെഡി ആക്കുന്ന സമയത്ത് അങ്ങനെ ഇട്ട് നോക്കണ്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടെ ആയിരുന്നു ഇന്ന് വൈകിട്ടത്തെ സ്പെഷ്യല്. അപ്പോൾ കുറെ ഞാൻ വീഡിയോസ് ഒക്കെ ഇടായതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നത്തെ വീഡിയോയിൽ പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.